നിങ്ങളൊക്കെ കൂടിയ പാവത്തിനെ കൊന്നു കളഞ്ഞില്ലേ? തിരുവനന്തപുരം വെളുപ്പിൽശാലയിലെ സർക്കാർ ഹോസ്പിറ്റലിൽ രാത്രി 1:30-ക്ക് നെഞ്ചുവേനയെ തുടർന്ന് ചികിത്സിക്കാനെത്തിയായിരുന്നു 37-കാരനായ ബിസ്മീർ. അവിടെ എത്തിയപ്പോൾ ഹോസ്പിറ്റൽ ക്ലോസ് ആയിരുന്നു. ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. ബിസ്മീറിന്റെ ഭാര്യ കുറെ തവണ ബെല്ലടിച്ചു, കൂക്കി വിളിച്ചു, എന്നിട്ടും അവർ നടന്നിക്കില്ല. അവസാനം മരണവക്കിലെത്തിയപ്പോ ബിസ്മീർ പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കണേ ഡോക്ടറെ, എനിക്ക് 11ഉം 5ഉം വയസ്സുള്ള 2 മക്കൾ ഉള്ളതാണ്, എന്നെ രക്ഷിക്കണേ. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്. നെഞ്ച് തടവിക്കൊണ്ട് CCTV നോക്കി പറയണ ബിസ്മീറിന്റെ ആ രംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലായിടത്തുണ്ട്. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാതെ, CPR പോലും നൽകാതെ അവർ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോ ആദ്യം ചോദിച്ചത് ആ ഹോസ്പിറ്റലിൽ CPR എങ്കിലും നൽകിയിരുന്നു. ഇല്ല, അതുകൊണ്ട് ആ ജീവൻ പോയി. ആരോഗ്യ മേഖലയിൽ അമേരിക്കയെ പോലും വെല്ലുന്ന രീതിക്കുള്ള മാറ്റങ്ങളാണ് നമ്മളെ കേരളത്തിലുള്ളതെന്ന് കുറെ ആൾക്കാർ തൊള്ളവളച്ച് പറയുന്നുണ്ട്. ഇതായിരിക്കും മാറ്റങ്ങൾ. ഓരോ ദിവസവും ആരോഗ്യ മേഖലയിൽ അനാസ്ഥ കാരണം എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നറിയോ? പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും പറയാനുള്ളത്, പാവങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന മാലാഖമാരായിട്ടാണ് നിങ്ങൾ അവർ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെ അവരുടെ ജീവനെടുക്കുന്ന കാലനാവരുത് പ്ലീസ്.